കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്തേക്ക് കൂടുതൽ ആളുകൾക്ക് നൽകാൻ വേണ്ടി പോവുകയാണ്. അതുമാത്രമല്ല, നിലവിലുള്ള ആളുകൾക്ക് ഇരട്ടിയോളം സഹായമാണ് കേന്ദ്ര സർക്കാർ നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. നിർണായക പ്രഖ്യാപനങ്ങൾ ഫെബ്രുവരി മാസം 1-ാം തീയതിയോടെ നമ്മുടെ രാജ്യത്തുണ്ടാകും. ഇതിന് മുന്നോടിയായിട്ട് തന്നെ നമുക്ക് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ്, കൃഷിഭൂമിയും അല്ലെങ്കിൽ സ്വന്തമായിട്ട് ചെറുകിട നാമമാത്ര കർഷകരെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ കയ്യിലുള്ള കൃഷിഭൂമി അല്ലെങ്കിൽ വസ്തു വെച്ച് നമുക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ധനസഹായം സ്വീകരിക്കാൻ സാധിക്കും. ഒരു റേഷൻ കാർഡിൽ ഒരാൾക്കാണ് അപേക്ഷ വയ്ക്കാൻ സാധിക്കുന്നത്. ഒരു കുടുംബം എന്ന രീതിയിൽ കണക്കാക്കുമ്പോൾ അതിൽ ഒരു വ്യക്തിക്ക് എന്ന രീതിയിലാണ് ആനുകൂല്യം നൽകുന്നത്. സ്ത്രീകളാണ് എങ്കിൽ 12,000 രൂപയോളമായിരിക്കും വർധനമുണ്ടാകുന്നത്, 12,000 രൂപയായിരിക്കും. എന്നാൽ പുരുഷന്മാരാണെങ്കിൽ അവർക്ക് 8,000 മുതൽ 9,000 രൂപ വരെയായിരിക്കും സഹായം എത്തിച്ചേരുക. കിസാൻ സമ്മാൻ നിധി പദ്ധതി വിപുലീകരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും വലിയ ജനക്ഷേമ പദ്ധതി. അതുമാത്രമല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ DBT സംവിധാനത്തിലൂടെ ആനുകൂല്യം നൽകുന്ന പദ്ധതി കൂടിയാണ് PM കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന പദ്ധതി. കൃഷിഭൂമി ഉള്ള കർഷകർക്ക്, മുൻപ് കൃഷി ഉണ്ടായിരുന്ന ഭൂമി, അത് നമുക്ക് കാണിച്ച് ഈ ആനുകൂല്യം വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും. കൃഷിയിൽ നിന്ന് കർഷകരെ പിന്തിരിഞ്ഞുവെങ്കിലും നമുക്ക് ഒരു പെൻഷൻ എന്ന രീതിയിലും ഈ തുകയെ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിശ്ചിത ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ട് ഓരോ ഗഡുക്കളും അനുവദിച്ചു വരുന്നത്. 4 മാസത്തിൻ്റെ ഇടവേളകളിലാണ് നിലവിൽ ആനുകൂല്യം ലഭ്യമായിരുന്നത്. അന്നൊക്കെ 2,000 രൂപയാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. ഈ 16-ാം ഗഡുവാണ് ഇനി വിതരണം ചെയ്യാനിരിക്കുന്നത്. അതും ഒരുപക്ഷെ 2,000 രൂപ തന്നെയാവും. എന്നാൽ ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രധാന അറിയിപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് നിലവിൽ നൽകുന്ന ആനുകൂല്യത്തിൽ ഏറ്റവും കൂടുതൽ ഗുണഭോക്താക്കൾ കിസാൻ സമ്മാൻ നിധിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നിരക്ക് വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ. സ്ത്രീകളാണെങ്കിൽ അവർക്ക് ഇരട്ടിയോളം വർധനവ്, 6,000-ൽ നിന്നും 12,000 രൂപയായിരിക്കും ഇവർക്ക് ലഭിക്കുക. 4,000 രൂപയുടെ 3 ഇൻസ്റ്റാൾമെൻറ്റുകൾ, 4,000, 4,000, 4,000, ഇങ്ങനെ ഒരു വർഷം 12,000 രൂപ അവർക്ക് തിരിച്ചടക്കേണ്ട ആവശ്യമില്ലാതെ സൗജന്യമായിട്ട് കേന്ദ്ര സർക്കാർ നൽകും. ഇതിൽ നിർണായക പ്രഖ്യാപനങ്ങൾ വരുന്നതേ ഉള്ളൂ. ഇത് നമുക്ക് നിലവിൽ വിശ്വസനീയമായ സ്രോതസ്സുകളിൽ നിന്ന് അല്ലെങ്കിൽ ദേശീയ മാധ്യമങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അറിയിപ്പാണ്. കേന്ദ്ര പ്രഖ്യാപനം വന്ന ശേഷം മാത്രമേ ഇതിൽ തുകയിൽ വ്യത്യാസങ്ങളുണ്ട് എങ്കിൽ പോലും നമുക്കറിയത്തുള്ളൂ. പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത്, കിസാൻ സമ്മാൻ നിധിയിൽ അർഹതയുള്ള വ്യക്തികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന പുതിയ കാറ്റഗറിയിൽ നമുക്ക് അപേക്ഷ വെക്കാൻ സാധിക്കും. നമുക്ക് കരമടച്ച രസീത്, നമ്മളുടെ റേഷൻ കാർഡ്, ആധാർ കാർഡ്, അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, ഈ രേഖകളെല്ലാം കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്ത്, അതോടൊപ്പം തന്നെ നമ്മളുടെ കൃത്യമായിട്ടുള്ള വാർഡ്, പഞ്ചായത്ത്, ബ്ലോക്ക്, അങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ, ആ കാര്യങ്ങളെല്ലാം തന്നെ ഓൺലൈനിൽ ഫില്ല് ചെയ്ത് നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. ഇപ്പോൾ അപേക്ഷ വെച്ച് കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ വെരിഫിക്കേഷൻ നടപടികൾ പൂർത്തീകരിക്കുന്നതും അടുത്ത ഗഡു അത് നമുക്ക് അക്കൗണ്ടിലേക്ക് ലഭ്യമാകുന്നതുമാണ്. കിസാൻ സമ്മാൻ നിധി കേന്ദ്ര പദ്ധതിയിലേക്ക് അപേക്ഷ വെക്കുന്നതിന് കുറഞ്ഞ സ്ഥലമുണ്ടെങ്കിൽ പോലും നമുക്ക് അപേക്ഷ വെക്കുന്നതിന് വേണ്ടി സാധിക്കും. അങ്ങനെ അപേക്ഷ വെക്കുന്നതിന് വേണ്ടിയുള്ള അവസരമുണ്ട്. ഒരു റേഷൻ കാർഡിൽ ഒരു വ്യക്തിക്കാണ് അപേക്ഷ വെക്കാൻ പറ്റുന്നത്. നിലവിൽ റേഷൻ കാർഡിലെ ഭാര്യയ്ക്കും ഭർത്താവിനും സ്ഥലമുണ്ടെങ്കിൽ പോലും അതിൽ ഒരാൾ അത് കൃത്യമായിട്ട് നിങ്ങളൊന്ന് തീരുമാനിച്ച് അപേക്ഷ വെക്കുക. സ്ത്രീകളുടെ പേരിൽ അപേക്ഷ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇരട്ടിയോളം ആനുകൂല്യങ്ങളായിരിക്കും ഒരുപക്ഷെ ഇപ്പോൾ അല്ലെങ്കിൽ ഭാവിയിൽ നമുക്ക് ലഭിക്കുക. ആ കാര്യങ്ങളെല്ലാം ഒന്ന് പ്ലാൻ ചെയ്ത് അപേക്ഷ വെക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം. 2018-19 വർഷത്തിലാണ് സ്കീം ആരംഭിച്ചത്. അന്നത്തെ കരമടച്ച രസീത് ഹാജരാക്കി വേണം നമ്മൾ ഈ സ്കീമിലേക്ക് ഇപ്പോൾ അപേക്ഷ വെക്കുന്നതിന്. അപ്പോൾ ആ രേഖ ഇല്ലാത്തവർക്ക് ഇപ്പോൾ അപേക്ഷ വെക്കാൻ സാധിക്കില്ല. പിന്നീട് നിലവിൽ കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ പുതിയ അപ്ഡേഷൻ വരുമ്പോൾ 2019 ഭൂമിയുള്ളവർ അല്ലെങ്കിൽ 2020 വരെ ഭൂമിയുള്ളവർ, അങ്ങനെ ഈ പദ്ധതിയിൽ പുതിയ അപ്ഡേഷൻ വരും. ആ സമയത്തായിരിക്കും ബാക്കിയുള്ളവർക്ക് അപേക്ഷ വെക്കാൻ വേണ്ടി സാധിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം ഇത് പങ്കുവയ്ക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിതിനം ജോസ് സൈനിങ് ഓഫ്.